ഇവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന വേളയിൽ മഹാനായ അബൂ ഹുറൈറ പട്ടണത്തിൽ കറങ്ങി ജനങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ നബിമാരുടെ അനന്തരാവകാശങ്ങൾ ഓഹരി വെക്കാൻ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരൂ എന്ന്. അപ്പോൾ ബിസിനസ് ചിന്തിക്കുന്നവർ പലരും അറിയാതെ എന്താ അവിടെ വിതരണം ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി കടന്നു ചെല്ലും. അപ്പോൾ അവിടെ ഒന്നും കാണുകയില്ല. ആ സമയത്ത് അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇൽമ്, വിജ്ഞാനം അഥവാ ശരിക്ക് ഇസ്ലാം ഖുർആൻ ഉദ്ദേശിക്കുന്ന ഹിക്മത്ത്, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ബുദ്ധിജീവികൾ ചിന്തിച്ചെടുക്കുന്ന ഇൽമ്, ആ ഹിക്മത്ത്, അത് അള്ളാഹിനെ പഠിക്കുക, അള്ളാഹിനെ അറിയുക, അള്ളാഹുവിൻ്റെ നബിമാരെ പഠിക്കുക, നബിമാരെ മനസ്സിലാക്കുക, അള്ളാഹിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തെ പഠിക്കുക, മതം മനസ്സിലാക്കുക. ഇതാണ് ഇൽമ്. ആ ഇൽമിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 179 തവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മടക്കി 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 പറഞ്ഞതായ ഇൽമ്. ആ ഇൽമിന് പ്രാധാന്യം നൽകുക എന്നത് സഹാബാക്കൾ ചെയ്തതാണ്. അതാണ് നിങ്ങളിപ്പോൾ കാട്ടുന്നത്. പലരും അത്ര ഗൗരവത്തിൽ ഗൗനിക്കാറില്ല അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മഹാപാപങ്ങൾ, മഹാതെറ്റുകൾ. ഇന്ന് രാവിലെ ഒരു കേസ് വന്നു. കേസ് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ കൊല്ലങ്ങളായി ഹജ്ജ് ചെയ്യുന്നത്, പക്ഷേ ഈ ഇഫാദത്തിൻ്റെ തവാഫ് വാജിബാണെന്ന്, നിർബന്ധമാണെന്ന്, റുക്കനാണെന്ന് എനിക്കറിയുകയില്ലായിരുന്നു. എൻ്റെ ഹജ്ജുകൾ കഴിഞ്ഞു പോയത് സ്വീകരിക്കുമോ ഇല്ലേ? എങ്ങനെ മറുപടി പറയാം? നമ്മളൊന്ന് ആലോചിച്ചു. ഇങ്ങനെ ദീൻ പഠിക്കാതെ, ദീനെക്കുറിച്ച് അറിയാതെ, നിസ്കരിക്കാൻ പോകുന്ന നമസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് അറിയാതെ, ചെയ്യാൻ പോകുന്ന ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ, ചെയ്യാൻ പോകുന്ന ഉംറ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ, ഭാരിച്ച തെറ്റുകൾ, താങ്ങാനാവാത്ത തെറ്റുകൾ ചെയ്തിട്ട് നഷ്ടപരിഹാരം വരെ പറഞ്ഞാൽ ശരിയാവാത്ത സൈസുള്ള തെറ്റുകൾ ഞങ്ങൾ കേട്ടല്ലോ. കോലം മനസ്സിലായില്ലേ? റുക്കുനാണെന്ന് അറിയാതെ മസാല ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും. പണ്ഡിതന്മാരെ കാണേണ്ടി വരും. എന്താ കാട്ടുക മൂപ്പരുടെ ഹജ്ജ് കൊണ്ട്? ഈ കുറേ കാലം ഹജ്ജ് ചെയ്ത് കൂട്ടിയ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ നാടൻ നടപ്പായി പതിവാക്കി മാറ്റിയതായ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലല്ല. അതിനിടയ്ക്ക് ശ്രദ്ധ ചെലുത്തുന്ന വിഭാഗത്തെക്കുറിച്ച് അള്ളാഹ് വിശേഷിപ്പിച്ചതാണ്, ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിജീവികളാണ് അത്തരം കാര്യം ശ്രദ്ധക്കെടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലത്തതായ ഭക്തജനങ്ങളോട് ഞാൻ പറയാറുണ്ട്, അള്ളാഹ് നിങ്ങളെ ഖുർആനിൽ വിളിച്ചതെന്താണ്? ഉലുൽ അൽബാബ്. ഇവിടെയും യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞ ശേഷം ആ വിജ്ഞാനം പഠിക്കാൻ, വിജ്ഞാനത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാം, വിജ്ഞാനത്തിലേക്ക് എത്താൻ പാടുപെടുന്നവർ, കഷ്ടപ്പെടുന്നവർ ബുദ്ധിജീവികളാണെന്ന് പരിപൂർണമാക്കി ആയത്തിനെ. അതേ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഉംറയ്ക്ക് വേണ്ടി വരുന്നവരോട്, ഹജ്ജിന് വേണ്ടി വരുന്നവരോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാദ് ഉണ്ടാക്കണം. നമ്മുടെ സാദ് എന്താണ്? സാദ് ഇവിടെ പലതും ഉണ്ടാക്കാം, അല്ലേ? പണ്ട് 40 കൊല്ലം മുമ്പൊക്കെ മക്കത്തെ ഹറമിലൊക്കെ ക്ലാസ് എടുക്കുന്ന കാലഘട്ടത്തിൽ ആജിമാർ ഇങ്ങനെ പരക്കം ഭാഷ നടത്തും. എന്നിട്ട് ബാഫക്ക തങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഒരു ആചാര്യ കേസുമായി വന്ന്, കേസ് എന്താണ്? ഞാൻ ഹജ്ജ് ചെയ്തു, പക്ഷേ ഞാൻ ഹജ്ജ് ചെയ്തപ്പോൾ അറുത്ത് കൊടുത്തിട്ടില്ല. തങ്ങൾ ചോദിച്ച് എന്താ അറുത്ത് കൊടുക്കാത്തത്? അപ്പം മൂപ്പരുടെ മറുപടി, ഞാൻ പണ്ടത്തെ കാലത്ത് വലിയ കാര്യം ടാപ്പ് റിക്കാർഡാണ്, ഇപ്പോഴൊന്നുമല്ലല്ലോ, ഞാൻ ടാപ്പ് റിക്കാർഡൊക്കെ വാങ്ങി, സെറ്റൊക്കെ വാങ്ങി. അപ്പോൾ പറഞ്ഞു, എന്തേലും മറുപടി ഇല്ല. മൗലവിമാരോട് ചോദിക്കുന്നിട്ട് മുമ്പൊരു പുഞ്ചിരി തൂങ്ങി. വലിയ ബാഫക്കിയായി, അബ്ദുറഹ്മാൻ ബാഫക്കി. ഞാനന്ന് കുട്ടിയാണ്, 20 വയസ്സ് 21 വയസ്സുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 1ാം കൊല്ലം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാനിത് കേൾക്കാണ് ഈ പൊട്ടത്തരം. അങ്ങനെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ വന്നതായ ഹജ്ജ് പൂർത്തിയായിട്ട് ശേഷം കാശുണ്ടെങ്കിൽ അള്ളാഹ് അനുവദിച്ചത് വാങ്ങിക്കോ. നിങ്ങൾ അറുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ സാധനം മടക്കി കൊടുക്കുക, എന്നിട്ട് അറുക്കുക. നിങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ഹജ്ജ് പൂർത്തിയാക്കുക. മനസ്സിലല്ലേ? ഇങ്ങനൊരു കോലമില്ലാത്ത രൂപത്തിൽ ദീനൻ എങ്ങനെയെങ്കിലും ആവാം, ദീന ഏതെങ്കിലും രൂപത്തിലാവാം. അതേ സമയത്ത് ഭൗതിക പ്രശ്നം അങ്ങനെയല്ല. വളരെ ചിന്തിച്ച് ആലോചിച്ച് കാൽക്കുലേറ്റർ അടിച്ച് വേണ്ടതുപോലെ വേണമെങ്കിൽ മറ്റുള്ളവർ മുഷാവറൊക്കെ നടത്തി കാട്ടലാണ് പതിവ്.